അള്ളാഹുവിന്റെ പള്ളിയുടെ മുനാരത്തിൽ നിന്ന് ബാങ്ക് കൊടുക്കുമ്പോ സംസാരിക്കരുതേ എന്ന് പറഞ്ഞു ഇസ്ലാം. ബാങ്ക് കൊടുക്കുമ്പോ സംസാരിക്കാൻ പാടില്ല. വളരെ പേടിയോടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ബാങ്ക് കൊടുക്കുമ്പോ സംസാരിക്കാൻ പാടില്ല. ബാങ്ക് കൊടുക്കുമ്പോ സംസാരിക്കുന്നവന്റെ അവസാനം കേടുവന്നു പോകുമെന്ന് മഹാന്മാർ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ബാങ്ക് കൊടുക്കുന്ന നേരത്തെ സംസാരിക്കുന്ന ഒരു ഉമ്മയുണ്ടെങ്കിൽ, ഒരു ഉപ്പയുണ്ടെങ്കിൽ, ബാങ്ക് കൊടുക്കുന്ന നേരത്തെ സംസാരിക്കുന്ന യുവാക്കളെ, യുവതികളെ, മക്കളെ, നമ്മൾ ആഖിറം നന്നാവില്ല, നമ്മൾ അവസാനം കേടുവന്നു പോകും. ഈ ഭൂമിയിലും ആഖിറത്തിലും നമ്മൾ കണ്ണീര് വാർക്കേണ്ടി വരും. അത്രയും അപകടമാണ് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സംസാരിക്കുക. മഹാനായ സി.എച്ച്. ഹൈദ്രോസ് ഉസ്താദ് നവ്വറല്ലാഹു മർകദ മഹാനവറുകൾ തന്റെ മക്കള് ബാങ്ക് കൊടുക്കുന്ന നേരത്ത് വർത്താനം പറഞ്ഞപ്പോ മഹാനായ ഹൈദ്രോസ് ഉസ്താദ് ചോദിച്ചു പോലും, മക്കളെ നിങ്ങൾക്ക് എന്തേ നാറ് നടാൻ പോകുന്ന പെണ്ണുങ്ങളുടെ ഈമാൻ പോലും ഇല്ലേ എന്ന്. അവർക്കൊരു പ്രത്യേക പേരുണ്ട്. അതാണ് മഹാനവറുകൾ പ്രയോഗിച്ചത്. മഹാനവറുകൾ പറഞ്ഞു, ആ കൃഷി ചെയ്യാൻ പോകുന്ന കർഷകരാകുന്ന നെൽകൃഷി വെട്ടുകയും ഒതുക്കുകയും ചെയ്യുന്ന സഹോദരിമാരുണ്ടല്ലോ, അവരുടെ ഈമാൻ പോലും നിങ്ങൾക്കില്ലേ? അവര് കൃഷി ചെയ്യുമ്പോ ഒരു പാട്ട് പാടും, അവര് നെല്ല് കൊയ്തെടുക്കുമ്പോ ഒരു പാട്ട് പാടും. പക്ഷേ പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടാൽ പിന്നെ അവരെ നാ വിളകില്ല. അവര് പറയും ബാങ്ക് കൊടുക്കുന്നുണ്ട്, മിണ്ടാൻ പാടില്ല. ഞാൻ എന്റെ ഉമ്മമാരോട് ചോദിക്കട്ടെ, നമ്മളെ വീടുകളിലും നാടിലും വരുന്ന അപകടത്തിലെ ഏറ്റവും വലിയ ഒരു കാരണം അള്ളാഹുവിന്റെ ബാങ്ക് കേൾക്കുമ്പോ മൗലികളാകാത്തതിന്റെ ശിക്ഷയാണ്. കാരണം ബാങ്ക് കൊടുക്കുമ്പോ മിണ്ടാൻ പാടില്ല. പഴയകാല ഉമ്മമാരുപ്പമാർ ബാങ്ക് കൊടുക്കുന്ന കേൾക്കുമ്പോ മക്കളോട് പറയും, ബാങ്ക് കൊടുക്കുന്നു. ആ ശബ്ദം കേട്ടാ പോലും മക്കൾക്ക് തോന്നും ബാങ്ക് കൊടുക്കുമ്പോ സംസാരിച്ചാൽ നാട്ടിൽ ഭൂകമ്പമുണ്ടാകുമെന്ന്. അതിന് മാത്രം ഗൗരവത്തിലാണ് അന്നത്തെ നമ്മളെ ഉമ്മമാർ മക്കളെയും പേരമക്കളെയും ബാങ്ക് കൊടുക്കുമ്പോ സംസാരിക്കരുത് എന്ന് പഠിപ്പിച്ചത്. എന്തേ കാരണം? ബാങ്ക് ബറക്കത്തുള്ള ഒരു സന്ദേശമാണ്. ബാങ്ക് ബറക്കത്തുള്ള സന്ദേശമാണ്. ബാങ്ക് കൊടുക്കാൻ പള്ളിയുടെ മുനാരത്തിലേക്ക് കയറുന്നുണ്ട് ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു. കറുകറുത്ത ബിലാലുൽ മുഅദ്ദിൻ, നീഗ്രോ വർഗത്തിൽപ്പെട്ട ബിലാലുൽ മുഅദ്ദിൻ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ആ സന്ദേശം മുഴങ്ങി ബിലാൽ ഇതിന്റെ മുകളിലേക്ക് കയറുക, ഇസ്ലാമിന്റെ വിജയ പ്രഖ്യാപനം നടത്തുക, ബാങ്ക് വിളിക്കുക. ബിലാൽ റളിയല്ലാഹു അൻഹു കൈവാലികത്തിന്റെ മുകളിലേക്ക് കയറുകയാണ് ബാങ്ക് കൊടുക്കാൻ. പക്ഷേ ആ കറുകറുത്ത നീഗ്രോ വർഗത്തിൽപ്പെട്ട ബിലാലിന് കയറാൻ കഴിയുന്നില്ല. ആ സമയത്ത് ബിലാലിനോട് അള്ളാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, കയറൂ ബിലാൽ. ബിലാൽ കയറാൻ നോക്കുമ്പോ കാല് വീണ്ടും വഴുതി വരുമ്പോ തന്റെ കാലിന്റെ താഴെ ഒരു കൈ വന്നു ചവിട്ടിക്കോ ബിലാൽ. ആരാകും ഈ നീഗ്രയായ, ആർക്കും വേണ്ടാത്ത ഉമയ്യത്തിന്റെ ക്രൂരമായ ആക്രമണത്തിൽ കിടന്ന് കണ്ണുനീര് വാർത്ത ബിലാലുൽ മുഅദ്ദിന്റെ കാൽ കീഴിൽ കാല് വെച്ച് തരുന്നവനാരാ, കൈ വെച്ച് തരുന്നവനാരാ? ബിലാൽ ഒന്ന് താഴേക്ക് നോക്കി. ബിലാൽ പൊട്ടിക്കരഞ്ഞു വിളിച്ചു, യാ റസൂലല്ലാഹ്, ഈ ബിലാലിന്റെ കാലിന്റെ താഴെ അങ്ങയുടെ കയ്യോ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരി തൂകിക്കൊണ്ട് ബിലാലിനോട് പറഞ്ഞു, ബിലാൽ കയറിയിട്ട് ബാങ്ക് കൊടുക്ക്. ബാങ്ക് കൊടുക്കാൻ പോകുന്ന ബിലാലിന് കാലിനിടയിൽ കൈവച്ച് കൊടുത്ത ലോകപ്രഭു മുഹമ്മദുർ റസൂലുള്ളാഹ്. ബിലാൽ കയറി വരുമ്പോ അല്ലാഹുവിന്റെ റസൂല് സ്വഹാബികളോട് പറയും, അതാ വരുന്നു ബിലാൽ, നിങ്ങളുടെ നേതാവ് സയ്യിദ് വരുന്നുണ്ട്. സയ്യിദാണ് ബിലാൽ. ബാങ്ക് കൊടുക്കുന്നവർക്ക് അത്രയും സ്ഥാനം നൽകുന്നത് ബാങ്കിന്റെ മഹത്വമാണ്. ബാങ്കിന്റെ മഹത്വങ്ങളിൽ ഒരു മഹത്വം, ബാങ്കിൽ ഒരു ശബ്ദം മുഴങ്ങുന്നുണ്ട്. ഒരു ദിവസം പോലും നമ്മൾ മറക്കാതെ പറയേണ്ട ശബ്ദം, ഒരു നിമിഷം പോലും നമ്മൾ ഓർക്കാൻ പറ്റാത്ത ശബ്ദം, ഓർക്കേണ്ട ശബ്ദം. ആ ശബ്ദം പള്ളിയുടെ മുനാരത്തിലൂടെ മുഴങ്ങുന്നുണ്ട്. അതാണ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ പള്ളികളിലേക്ക് നിസ്കരിക്കാൻ വിളിക്കുമ്പോഴും അല്ലാഹ് പറയാണ്, റസൂലുള്ളാഹിനെ ഒന്ന് പറയണം, ഹബീബിനെ ഒന്ന് ഓർക്കണം, ലോകത്തിന്റെ നേതാവിനെ പറയണം. നമ്മളോട് ചില ആളുകൾ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് എന്തേ റബീഉൽ അവ്വൽ മാത്രമാണോ നബി? റബീഉൽ അവ്വലിൽ മാത്രമാണോ നബി? റബീഉൽ അവ്വൽ ഇല്ലാത്തപ്പോ നിങ്ങൾക്ക് സ്വലാത്തില്ല, റസൂലില്ല, പറച്ചിലില്ല. അതവർ വിഡ്ഢികളായതുകൊണ്ട് പറയുകയാണ്, അവർക്ക് തിരിച്ചറിവില്ലാത്തവരായതുകൊണ്ട് പറയുകയാണ്. ഒരു നിമിഷം പോലും റസൂലുള്ളാഹിനെ മറക്കാൻ അല്ലാഹു നമ്മൾ അനുവദിക്കുന്നില്ല. 5 നേരം പള്ളികളുടെ മിനാരത്തിലൂടെ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അത് ഹബീബിനെ ഓർക്കാനും പറയാനും സ്വലാത്ത് ചൊല്ലാനും പടച്ച അല്ലാഹുവിന്റെ ദീൻ നമുക്ക് അവസരം തരികയാണ്. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാലോ ആണും പെണ്ണും എല്ലാവരും ഒരുപോലെ ഒഴിവാക്കാതെ ചൊല്ലേണ്ട ഒരു ദുആയുണ്ട്. അതിന്റെ പേരാണ് മൗലിദ്. മൗലിദ് എന്ന് നമ്മൾ ഭാഷയിൽ പറയുന്നുണ്ടെങ്കിലും മൗലിദിൽ ഉൾക്കൊണ്ടത് എന്താ? റസൂലുള്ളാഹിനെ പുകഴ്ത്തുക, അല്ലാഹുവിന്റെ ഹബീബിന് വേണ്ടി ദുആ ചെയ്യുക, റസൂലുള്ളാഹിക്ക് സ്വലാത്ത്
സ്വലാത്ത് ചൊല്ലുക. അല്ലാഹുവിന്റെ ഹബീബിന് ശഫാഅത്ത് കിട്ടാൻ നമ്മൾ അല്ലാഹുവിനോട് ദ്വാരക്കുക. ഇതിന്റെ സംക്ഷിപ്തമാണ് നാം പറയുന്ന പേര്, അത് അപരവധി പേര് നാമം നൽകുന്ന മൗലിദ്. അതാണ് ഓരോരോ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ശേഷം നിങ്ങൾ മുസ്ലിമാണെങ്കിൽ പറയണം, മുസ്ലിമാണെങ്കിൽ ചൊല്ലണം. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ വസ്സലാത്തുൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീലത വൽ ഫളീലത വദ്ദറജത റഫീഅ വബഅത്ഹു മഖാമൻ മഹ്മൂദൻ الذي وعدت وارزقنا شفاعة يوم القيامة إنك لا تخلف الميعاد. അല്ലാഹുവേ, ഞങ്ങളുടെ നേതാവായ റസൂലുള്ളാഹിക്ക് മഖാമും മഹ്മൂദ് കൊടുക്ക റബ്ബേ, വസീല എന്ന പദവി കൊടുക്ക റബ്ബേ, ഫളീല എന്ന പദവി കൊടുക്ക റബ്ബേ. ലോകത്തിന്റെ നേതാവിന് വേണ്ടി ദ്വാരിക്കണം ഓരോരോ ബാങ്കിന്റെയും ശേഷം മുഅ്മിൻ. എന്നിട്ടോ അല്ലാഹുർസുഖ്നാ ശഫാഅത അഷ്ഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖാ വഹ്ലനാ ഇൻദാഅ സയ്യിദി ഖൈറൻ നബി എന്ന് പറഞ്ഞ ആ മഹത്തായ ചൊല്ലൽ അത് തന്നെയാണ് ഓരോരോ വഖത്തിലും ഓരോരോ സമയത്തും നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എന്റെ ഉമ്മമാരോട് പറയുന്നത് അതുകൊണ്ട് തന്നെ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സംസാരിക്കാതെ ബാങ്ക് ശ്രദ്ധിക്കുകയും ബാങ്കിന്റെ വാക്കുകൾക്ക് മറുപടി പറയുകയും ഹബീബിന്റെ ശബ്ദം കേൾക്കുമ്പോൾ മറുപടി പറയുകയും സ്വലാത്തുകൾ കഴിവിന്റെ പരമാവധി വർദ്ധിപ്പിക്കുകയും ചെയ്താൽ ഒരു കാര്യം ഉറപ്പ്, കണ്ണടക്കാൻ നേരത്ത് നിങ്ങളെ മുമ്പിൽ ഒരു വൈജ്ഞാനിക വെളിച്ചമുണ്ടാകും. അതാരെ പൂമുഖമാകുമെന്നറിയോ? അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂജഹൽ റസൂലുള്ളാഹിന്റെ ശത്രുവാൻ. പക്ഷേ അബൂജഹലിന്റെ മകൻ ഇക്രിമ ഇസ്ലാമിലേക്ക് കടന്നു വന്ന മഹാനാണ്. ആ ഇക്രിമ ഒരു യുദ്ധത്തിന് പോകുന്ന ചരിത്രമുണ്ട്. യുദ്ധത്തിന് പോകുമ്പോ ഇക്രിമ തന്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ടൊന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ഞാൻ പോവുകയാണ് യുദ്ധത്തിന്, ഞാൻ ഇന്ന് ഷഹീദായാൽ നാളെ ഞാൻ റസൂലുള്ളാഹിന്റെ കൂടെയാണ് ജീവിതം. നമുക്ക് പറയാൻ കഴിയണം, ഉമ്മമാരെ, രക്ഷിതാക്കളെ, ഞാൻ എന്ന് മരിച്ചാലും നാളെ മുതൽ എന്റെ റസൂലുള്ളാഹിന്റെ കൂടെയാകുമെന്ന് പറയാൻ നമുക്ക് കഴിയണം. അതിനുള്ള പ്രതിജ്ഞയാവണം റബീഉൽ അവ്വൽ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇക്രിമ യുദ്ധത്തിന് വേണ്ടി പോകുമ്പോ പറയാ, ഞാൻ ഇന്ന് ഷഹീദാകും, നാളെ മുതൽ എന്റെ ജീവിതം അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെയാണ്. അതുകൊണ്ട് സ്വഹാബികളെ, ഞാൻ നാളെ റസൂലുള്ളാഹിനെ കാണുമ്പോ എന്തെങ്കിലും നബിയോട് പറയണമെങ്കിൽ നിങ്ങൾ എന്നെ ഏൽപ്പിച്ചോളൂ, ഞാൻ പറഞ്ഞോളാം. ഇക്രിമ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ നാളെ മുത്തുനബിയെ കാണുമ്പോ എന്റെ വക നിങ്ങൾ എന്നോട് വല്ലതും ഏൽപ്പിച്ചാൽ അത് ഞാൻ റസൂലുള്ളാഹിനോട് പറഞ്ഞോളാം. നിങ്ങളുടെ വക എന്തെങ്കിലും ഏൽപ്പിച്ചോളൂ, ഞാൻ പറഞ്ഞോളാം. മഹാന്മാരായ സ്വഹാബത്ത് എഴുന്നേറ്റ് നിന്ന് ഇക്രിമ റളിയല്ലാഹു അൻഹുവിനെ വാരി പുണർന്ന് ഇക്രിമയോട് പറയുന്നുണ്ട്, ഇക്രിമ, നാളെ നീ റസൂലുള്ളാഹിനെ കാണും, നീ ഹബീബിനെ കാണുമ്പോ ബല്യഹും മിന്നസ്സലാം, നിങ്ങളെ സലാം പറയണം റസൂലുള്ളാഹിനോട്. എന്റെ ശബ്ദം കേൾക്കുന്ന പെണ്ണുങ്ങളെ, ആണുങ്ങളെ, യുവാക്കളെ, യുവതികളെ, ഏത് സമയത്താണ് അല്ലാഹു നമ്മളെ തിരിച്ചു വിളിക്കുക നമുക്കാർക്കും അറിയില്ല. അല്ലാഹു തിരിച്ചു വിളിക്കുന്ന സമയത്ത് പോകണ്ടേ നമുക്ക്.